ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഹായ്, നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക തോരനാണേ. എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം, എന്നാൽ എൻ്റെ സ്റ്റൈലിൽ ഞാനൊന്ന് ഉണ്ടാക്കി. ഞാനിത് പണ്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പാലക്കാട് വന്നതിന് ശേഷമാണ് ഞാനിത് തോരൻ വയ്ക്കാൻ തുടങ്ങിയത്. ഇടിച്ചക്ക, ഇടിയൻചക്ക, അങ്ങനെ കുറേ പേരുകളിൽ അറിയുന്ന പാവം പൊടിച്ചക്ക. അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ കുട്ടിച്ചക്ക എല്ലാം കൂടെ നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കി ഒരു പ്രഷർ കുക്കറിൽ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ ഇങ്ങനെടുക്കുക, അത് മറന്നു വരുത്തൊക്കെ, ഒരു 2 സ്പൂൺ അളവിൽ, അതെന്താ 2 സ്പൂൺ അളവിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ഓക്കെ. അതിന് ശേഷം വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒരു 3-4 വിസിൽ വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ ചക്കയ്ക്കൊരു ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ അത് ഒന്ന് ചതച്ചെടുക്കാനായിട്ട് ഇതാ അവനവൻ്റെ എരിവിനനുസരിച്ച് വറ്റൽ മുളക്, 1 സ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പില, നാളികേരം, അരമുറി നാളികേരമാണ്. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്, എന്നാലും അത് വെള്ളം നമ്മൾ ഊറ്റിക്കളയുമല്ലോ. അപ്പോൾ മഞ്ഞൾ ചിലപ്പം കളർ കുറവാണെങ്കിൽ അത് നമ്മുടെ ഓപ്ഷനാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കട്ടെ. എല്ലാം കൂടി നമ്മൾ ഇതുപോലൊന്ന് ചതച്ചെടുക്കണം. നമ്മുടെ ചക്ക എല്ലാം കഷ്ണങ്ങൾ എല്ലാം നന്നായി വെന്തു. ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായി ഉടച്ചെടുക്കണം. നമ്മളിങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് തവി കൊണ്ടോ മറ്റേ ഇടികല്ല് കൊണ്ടോ ഇങ്ങനെ പ്രസ്സാക്കി എടുക്കണം. പ്രസ്സാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മുടെ ചക്കയെല്ലാം ഇടിച്ചത് ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി ഇത് അപ്പോൾ നമ്മളിനി ഒരു ചട്ടി വെച്ചിട്ട് അതിൽ നന്നായി വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അതിന് ശേഷം കുറച്ച് അരി, എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് പച്ചരിയോ അങ്ങനെ എന്ത് അരി വേണമെങ്കിലും ചേർക്കാം. പിന്നെ കുറച്ച് ഉഴുന്ന്. ഇത് രണ്ടും നന്നായി മൂത്ത് നിറം മാറി ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ കടുക് താളിക്കും. ഈ അരിയുടെ വാസനയാണ് ഇതിൻ്റെ പ്രത്യേകത, ഈ തോരൻ്റെ പ്രത്യേകത. ഞാനിതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ഉഴുന്നെല്ലാം ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ കുറച്ച് കടുകിടുക. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം കുറച്ച് മുളകിടുക. പിന്നെ കറിവേപ്പില ഇടുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉള്ളി ചേർക്കില്ല. ഉള്ളി ചേർത്താൽ അതിൻ്റെ ആ ടേസ്റ്റ് ഉള്ളി എന്ത് സാധനത്തിൽ ഉള്ളി ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ ടേസ്റ്റ് അങ്ങനെ ഉള്ളി കവർന്നുകൊണ്ട് പോകും. അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് ചക്ക ചേർക്കാം. നമ്മൾ ഇടിച്ചക്ക മുഴുവനും ഇതിൽ തട്ടിയിട്ടു. അപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ടേ, എന്നാലും നമ്മളിതിങ്ങനെ ചെയ്തൊരു 2 മിനിറ്റ് ഒന്ന് ആവി കയറാൻ അടച്ച് വയ്ക്കാം. നമ്മൾ ആ അരപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കൊന്ന് ഇനിയിപ്പോൾ നമ്മുടെ ചേർത്ത അരപ്പൊന്ന് വേവുന്നതിൻ്റെ ഒരു താമസമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക,
എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനാണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. പിന്നെ ഓരോരുത്തർ ഉപയോഗിക്കുന്ന മുളകിൻ്റെ എരിവനുസരിച്ച് വേണം. ഉപ്പും എരിവുമൊക്കെ അവനവൻ്റെ ടേസ്റ്റിനും എരിവിനും അനുസരിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.